ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസിയായി നമുക്ക് എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതിലും ഈസിയായി ഒരാൾക്കും ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാവരും പറയാറുണ്ട് ഇടിയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിളച്ച വെള്ളത്തിൽ കുഴക്കണം, പിന്നെ അത് കഴിഞ്ഞ് അത്രയും നന്നായി വേണം കുഴച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾക്ക് അത് തിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് എന്നൊക്കെ. ഇതൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് ഒരു കറിയും ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ ഈസി ഇടിയപ്പം പൗഡറാണ് എടുത്തിട്ടില്ലേ, ഡബിൾ ഓട്സിൻ്റെ. ഇത് തന്നെ വേണം കേട്ടോ. ഇത് 1.5 കപ്പ് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അത് ആദ്യം ഒന്ന് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് കുറേശ്ശായി വെള്ളം ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കണം. തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നോർമൽ വാട്ടർ, ചൂടുവെള്ളമൊന്നും അല്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ശക്തിയിലൊന്നും മിക്സ് ചെയ്യേണ്ട. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വെള്ളം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കുഴച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്നിട്ട് എടുത്തിട്ടില്ല, കറക്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ എടുക്കണം. അതിലൊട്ടും കൂടരുത്, കുറയാനും പാടില്ല. ഈ ഒരു പൊടിക്ക് നമ്മൾ ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം, അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എന്തായാലും ഒഴിവാക്കരുത്. നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് അപ്പം. അപ്പോൾ ഇത് ഞാനിതാ കുഴച്ചെടുക്കുന്നുണ്ട്. അധികം ശക്തിയിൽ ഒന്നും കുഴക്കാനില്ല കേട്ടോ. ഇത് തണുത്ത വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ കുഴച്ചിട്ടും എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പീസ് പട്ട, കുറച്ച് പെരിഞ്ചീരകം, ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും ചേർത്ത് നമുക്ക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളർ ഒന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, പിന്നെ 1 പീസ് ഇഞ്ചി, ഇത്രയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല അധികം വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് 1 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മളിതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇനി ഞാനിപ്പോൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇതേപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി തക്കാളിയും ഉള്ളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ 3 മിനിറ്റ് സമയം ഞാനിവിടെ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്ത തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ 1-ാം പാലും 2-ാം പാലും എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ല. കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ് ഈ തേങ്ങാപ്പാൽ. അധികം കട്ടിയൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അതിന് ആ തട്ടിലേക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ അച്ചിൽ നന്നായി എണ്ണ തടവി കൊടുക്കണം കേട്ടോ. താഴെ മേലെ മുഴുവൻ ഞാനിപ്പോൾ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കിക്കോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വാങ്ങിക്കുമ്പോൾ ഇതേ പൊടി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കാം. ഡബിൾ ഓട്സിൻ്റെ ഈസി ഇടിയപ്പം പൊടിയാണിത്. അപ്പോൾ ആ പാക്കറ്റ് ഞാൻ കാണിച്ചതാണല്ലോ, അതേ പൊടി തന്നെ വാങ്ങിക്കണം. എന്നിട്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം, ഈ കണക്കിൽ തന്നെ എടുക്കാനും നോക്കണം. പിന്നെ ഇടിയപ്പത്തിൻ്റെ മേലേക്കും ഇതുപോലെ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിയിലും മേലെയും തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഈ പൊടി കൊണ്ട് തന്നെ നമുക്ക് കുഴക്കട്ടി ഉണ്ടാക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഇതേപോലെ തന്നെയാണ് കേട്ടോ. കുഴച്ചിട്ട് നമുക്കതിൽ കുറച്ച് തേങ്ങ കൂടി മിക്സ് ചെയ്താൽ മതി. ഈ തേങ്ങ ചിരകിയത് പൊടിയുടെ കൂടെ ഇട്ട് കുഴച്ചാൽ മതി. അപ്പോൾ നല്ല കുഴക്കട്ടി ഉണ്ടാക്കാം. നമുക്ക് സ്റ്റീമറിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലും മതി. പിന്നെ ഇലയുടെയും ഉണ്ടാക്കാം കേട്ടോ. എല്ലാം ഇതേ പൊടി കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ഇലയുടെയും ഉണ്ടാക്കാൻ പറ്റും. നടുവിൽ ഫില്ലിങ് നമ്മൾക്ക് തേങ്ങയും ശർക്കരയും കൂടി ചീകിയതും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവുമല്ലോ എത്ര പെട്ടെന്നാണ് എൻ്റെ എല്ലാ ഇടിയപ്പവും ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഇത്രയും ഈസിയായി ഇടിയപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
ഇനി മുതൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.